വിദ്യാർത്ഥികളെ, SSLC എക്സാമിനേഷൻ മാർച്ച് 2025 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ്. എന്താണ്? ഒപ്റ്റിക് സെന്റർ. രണ്ടാമത്തെ, ഇഫ് 3 ഇമേജസ് ആർ formed when an object is placed between the reflecting surface of the 2 plane mirrors, the angle between the mirrors will be 90 degree. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? n is equal to 360 by theta minus 1 എന്നുള്ള ഇക്വേഷൻ ഇട്ടിട്ടാണ് ഈ -1 അങ്ങോട്ട് വരുമ്പോൾ 4 ഇമേജസ് എന്നല്ലേ പറയണം. അപ്പോൾ 3 + 1 4 എന്ന് വരും. അപ്പോൾ 4 is equal to 360 by theta. അപ്പോൾ 360 ബൈ എത്ര വരും? 4 വരും. 4 36. അപ്പോൾ 90. അപ്പോൾ നമ്മുടെ ആൻസർ 90 ഡിഗ്രി എന്നാണ്. ഇനി മൂന്നാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി ബേസ്ഡ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ മിറർ is less than +1 convex mirror. Magnification of the image formed by mirror is always +1 is equal to plane mirror ആണ്. എന്താണ്? പ്ലെയിൻ മിറർ ആണ്. നെക്സ്റ്റ്, in right hand thumb rule, the thumb indicate the current direction of എന്താണ്? കറണ്ട്. എന്തിനാണ്? കറണ്ടിന്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Nowadays discharge lamps are replaced by LED lamps for domestic lighting. ഇപ്പോൾ നമ്മൾ എന്താണ്? How is electrical energy converted into light energy in a discharge lamp? എങ്ങനെയാണ്? How is electrical energy converted into light energy in discharge lamp? എങ്ങനെയാണ്? In discharge lamp, electrical energy is converted into light energy by passing an electric current through a gas or vapor, causing it to ionize and emit light, which is then converted to visible light by a എന്താണ്? phosphor coating. അതാണ് എഴുതേണ്ടത്. In a discharge lamp, electrical energy is converted into the light energy by passing an electric current through a gas or vapor, causing it to ionize and emit light, which is then converted to visible light by a phosphor coating. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് LED ലാംപ്സ് ഓവർ ഡിസ്ചാർജ് ലാമ്പ്? എന്തൊക്കെയാണ്? ഒന്ന്, ലോങ്ങർ ലൈഫ് സ്പാൻ ആണ്. രണ്ടാമത് എന്താണ്? നമുക്ക് മെർക്കുറി അല്ലേ, എൻവയോൺമെന്റിന് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? ഹയർ എനർജി എഫിഷ്യൻ്റ് ആണ്. പിന്നെന്തൊക്കെയാണ്? ഹയർ എനർജി എഫിഷ്യൻസി ഉണ്ട്. ലോ പവർ കൺസപ്ഷൻ ആണ്. ഇതൊക്കെയാണ് അതിനകത്ത് എഴുതേണ്ടത്. ലോ പവർ കൺസപ്ഷൻ ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ എഴുതേണ്ടത്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ലോസ് ഇൻ ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? വാട്ട് മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ ടു മിനിമൈസ് ഇറ്റ്? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസ് refers to the loss of electrical energy during transmission and distribution from the power plant to the consumer. എങ്ങനെ എഴുതും? ട്രാൻസ്മിഷൻ ലോസ് refers to the loss of electrical energy during transmission and distribution from power plant to the കൺസ്യൂമർ. അപ്പോൾ കോസസ് എന്തൊക്കെയാണ്? കോസസ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ്? ഓവർലോഡിങ്. പിന്നെന്താണ്? ലൈൻ റെസിസ്റ്റൻറ്റ്, ഹീറ്റിംഗ് ആൻഡ് എനർജി ലോസ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻസ് അല്ലേ. പിന്നെന്താണ്? ട്രാൻസ്ഫോമർ ലോസസ്. ഇതൊക്കെയാണ് അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, എന്തൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം? എന്തൊക്കെയാണ്? അപ്ഗ്രേഡിങ് infrastructure, implementing energy saving technologies and practice. പിന്നെന്താ? regulate
എന്താണ് മെയിൻ്റനൻസ്, റെഗുലർ മെയിൻ്റനൻസ്. അപ്പോൾ എന്തൊക്കെയാണ്? അപ്ഗ്രേഡിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഇംപ്ലിമെൻറ്റിംഗ് എനർജി സേവിങ് ടെക്നോളജീസ്, പിന്നെ റെഗുലർ എന്താണ് മെയിൻ്റനൻസ്. ഇതൊക്കെയാണ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, a ray of entering from water to air at an angle of incidence 52 degree does not undergo refraction. Why? എന്തുകൊണ്ടാണ്? A ray of light entering from water to air at an angle of incidence 52 degree close not undergo refraction, but rather undergoes total internal reflection because the angle of incidence is greater than the critical angle for water to air interfaces. എന്തൊക്കെയാണ്? എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം വാട്ടർ ടു എയർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 52 degree does not undergo refraction. But rather undergoes total internal reflection because the angle of incidence is greater than the critical angle of water to air interfaces. അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. റൈറ്റ് എ മെത്തേഡ് ടു ദ മാർക്കർ to the makes refraction possible here. Write a method that makes refraction to possible here. എന്തൊക്കെയായിരിക്കും? ഡിക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. എന്തൊക്കെ ചെയ്താൽ മതി? ഡിക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പിന്നെന്താണ്? ഡിക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓർ ഇൻക്രീസിങ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പവർ ഓഫ് ലെൻസ് ഇസ് -0.5 d എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പവർ ഓഫ് ലെൻസ് ആൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? എന്താണ് പവർ ഓഫ് ലെൻസ് എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് എന്താണ് ഫോക്കൽ ലെങ്ത്. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അതായത് എന്തായിരിക്കും? P is equal to 1/f എന്നാണ് നമ്മൾ പറയുക അല്ലേ? P is equal to 1/f. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ആ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ലെൻസ്. ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താണ്? P is equal to 1/f ആണ്. F is equal to f നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. F is equal to 1/p ആണ്. F is equal to 1/ പവറിന്റെ -0.5 d ആണ്. അപ്പോൾ F is equal to എന്ത് വരും? -2 മീറ്റർ വരും. പത്താമത്തെ ക്വസ്റ്റ്യൻ. ദ ഗവൺമെന്റ് ഈസ് പ്രൊമോട്ടിംഗ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് സോളാർ പാനൽസ് ബൈ ഗിവിംഗ് ഇൻസെന്റീവ് ടു ബൂസ്റ്റ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എനർജി ക്രൈസിസ്. എന്തൊക്കെയാണ് ബൂസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഹെൽപ്പ് ടു എന്താണ്? ബൂസ്റ്റിംഗ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം എ റിന്യൂവബിൾ ഓർ സസ്റ്റൈനബിൾ സോഴ്സ്. പിന്നെ എന്താണ്? റെഡ്യൂസ് റിലയൻസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. എഴുതാം എങ്ങനെയാണ്? സോളാർ പാനൽസ് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്, പ്രൊവൈഡ് റിന്യൂവബിൾ എനർജി, പിന്നെ എനർജി ക്രൈസിസിന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എഴുതാം. പ്രൊവൈഡ് സസ്റ്റൈനബിൾ എനർജി സോഴ്സസ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എഴുതാവുന്നത്. ഇനി സെക്ഷൻ സിയിലെ 11th ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 690 ohm and it's designed to operate at 230 watt. What are the characteristics of good heating coil? എന്താണ് ഗുഡ് ഹീറ്റിംഗ് കോയിലിന്റെ ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ആൻഡ് റെസിസ്റ്റൻസ് ടു എന്താണ്? ഓക്സിഡേഷൻ. ഇനി നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഹീറ്റർ വെൻ ഇറ്റ് വർക്ക്സ് ഫോർ 30 minutes. അപ്പോൾ എന്താ വെച്ചിട്ടാണ് ചെയ്യുന്നത്? H is equal to V²/R into T വെച്ചിട്ട് ചെയ്യുക. അപ്പം ആൻസർ കിട്ടുന്നത് 13 ജൂളെന്ന് കിട്ടും. അതായത് V²/R into T. V² എന്ന് പറയുന്നത് ഇതിനകത്ത് എത്രയാണ്? V² എന്ന് പറഞ്ഞാൽ 230² ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ 600 ohm ആണ്. ഇൻറ്റു T എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ഹീറ്റർ വെൻ ഇറ്റ് വർക്ക്സ് ഫോർ 30 minutes എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡിലേക്ക് ഇൻറ്റു 1800 ചെയ്യാം. ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. 12th question.
Observe the circuit below with the two coils placed close to each other. When AC flows through it, the bulb glow. Why does the bulb glow? എന്തുകൊണ്ടായിരിക്കും ബൾബ് തെളിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂ ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് കാരണം? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് എ കറണ്ട് ഇൻ ദ സെക്കൻഡ് കോയിൽ കോസിംഗ് ദ ബൾബ് ടു ഗ്ലോ. അതുകൊണ്ടാണ് തെളിയുന്നത്. ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ റീസൺ എന്താണ്? ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് എ കറണ്ട് ഇൻ ദ സെക്കൻഡ് കോയിൽ കോസിംഗ് ദ ബൾബ് ടു ഗ്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് when a soft iron core is placed inside the inductor, what change will be observed in the intensity of brightness of the bulb? Justify your answer. എന്താ പറയുന്നത്? when a soft iron core placed inside the inductor soft iron core ആണ് ഇത് ചെയ്യുന്നത്. what change will be observed in the intensity of brightness of bulb? എന്തെങ്കിലും ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ഇൻക്രീസസ് ബിക്കോസ് ദ സോഫ്റ്റ് അയൺ കോർ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എൻഹാൻസിങ് ഇൻഡക്ഷൻ. ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ദ സോഫ്റ്റ് അയൺ കോർ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് എൻഹാൻസിങ് ഇൻഡക്ഷൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. കോപ്പി ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ത്രൂ ദ കോയിൽ. കറണ്ട് ഫ്ലോ ഇത് ചെയ്യാനാണ് പറയണത്. കോപ്പി ദ ഫിഗർ ആൻഡ് മാർക്ക് ദ. അപ്പം എന്താണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ? ഡയറക്ഷൻ ഇതിൽ ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ നോർത്ത് പോൾ ഈസ് ഓഫ് ദിസ് സോളിനോയിഡ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തായിരിക്കും? ദ നോർത്ത് പോൾ ഈസ് ദ എവിടെയായിരിക്കും? ദ നോർത്ത് പോൾ ഈസ് ദ എൻഡ് വെയർ ദ കറണ്ട് ഫ്ലോ കൗണ്ടർ ക്ലോക്ക് വൈസ്. അതായത് എന്താണ് നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ദ നോർത്ത് പോൾ ഈസ് അറ്റ് ദ എൻഡ് വെയർ ദ കറണ്ട് ഫ്ലോ കൗണ്ടർ ക്ലോക്ക് വൈസ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. Observe the following diagram regarding the image formation in the eye. Identify the diagram that shows long sightedness, അതായത് ഹൈപ്പർമെട്രോപ്പിയ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഫിഗർ 2 ആണ്. ജസ്റ്റിഫൈ ചെയ്യുന്നതിന് ദ ഇമേജ് ഇസ് ഫോം ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനയുടെ ബിഹൈൻഡ് ദ റെറ്റിനയ്ക്ക് ബാക്കിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലേ? എന്താണ്? ആസ് ദ ഇമേജ് ഫോംസ് ബിഹൈൻഡ് ദ റെറ്റിന. ഇനി ഹൗ ക്യാൻ ദിസ് ഡിഫക്റ്റ് ബി കറക്റ്റഡ്? എങ്ങനെയാണ് ഈ ഡിഫക്റ്റ് നമുക്ക് ഇത് ചെയ്യാവുന്നത്? യൂസിങ് കോൺവെക്സ് ലെൻസ് അല്ലേ? ഏതാ ഉപയോഗിക്കാവുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ 2ാമതാണ്. കാരണം എന്താണ്? ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ റെറ്റിനയിലാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. Fuels are substances that release plenty of heat energy on burning. What are the drawbacks of partial combustion? Partial combustionന്റെ drawbacks എന്താണ്? It produce harmful gases like carbon monoxide and soot and release ലെസ് എനർജി. എന്താണ് ഇത്? കാർബൺ മോണോക്സൈഡ് പോലത്തെ എന്ത് ചെയ്യും? ഹാംഫുൾ ഗ്യാസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് റിലീസ് ലെസ് എനർജി, കുറവ് എനർജിയാണ് റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പാർഷ്യൽ കമ്പസ്റ്റേഷൻ്റെ ഡ്രോബാക്ക് പോരായ്മ എന്ന് പറയുന്നത്. റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് ഫേവറബിൾ ഫോർ ദ കംപ്ലീറ്റ് കമ്പസ്റ്റേഷൻ ഓൺ ഡിഫറെൻറ്റ് ഫ്യൂവൽസ്. ഏതൊക്കെയാണ്? ഒന്ന് ആഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ. ആഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ. പിന്നെ പ്രോപ്പർ മിക്സിങ് ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ. ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? കണ്ടീഷൻ ഫേവറബിൾ ഫോർ ദ കംപ്ലീറ്റ് കമ്പസ്റ്റേഷൻ ഏതൊക്കെയാണ്? ഒന്ന് ആഡിക്വേറ്റ് ഓക്സിജൻ വേണം. പിന്നെ എന്താണ്? സപ്ലൈ പ്രോപ്പർ മിക്സിങ് ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ. പിന്നെ ഹൈ ടെമ്പറേച്ചർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് A question. Voltage across the 65 ohm resistor in the
സർക്യൂട്ട് ഈസ് 230 വോൾട്ട്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ. എങ്ങനെയാണ്? നോ. കാരണം എന്താണ്? ദ വോൾട്ടേജ് അക്രോസ് ദ 65 ഓം റെസിസ്റ്റർ ഈസ് നോട്ട് 230 വോൾട്ട്. എന്താ പറയുന്നത്? ദ വോൾട്ടേജ് അക്രോസ് ദ 65 ഓം റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട് ഈസ് നോട്ട് 230 വോൾട്ട്. ദ ടോട്ടൽ വോൾട്ടേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദ എന്താണ്? റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. എന്താണ് പറയുന്നത്? ദ ടോട്ടൽ വോൾട്ടേജസ് ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് റെസിസ്റ്റർ ഇൻ സീരീസ് എന്നാണ് അത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞേക്കണേ. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? R1 പ്ലസ് R2 പ്ലസ് R3 ഇസ് ഇക്വൽ ടു എത്രയാണ്? 65 പ്ലസ് 100 പ്ലസ് 100 മൊത്തം എത്രയാണ്? 265 ഓം എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. 265 ഓം ആണ് ബിയുടെ ആൻസർ, ബിയുടെ ഉത്തരം. ഇനി സിയുടെ ആൻസർ നോക്കാം. സി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് 100 ഓം റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട് ഈസ് റിമൂവ്ഡ് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. വൈ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ് എന്താണ്? എസ് the effective resistance will decrease because the total resistance in series the sum of the individual resistance. അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എസ് എന്താണ്? the effective resistance will decreases because the total resistance in series is the sum of individual resistance. ഇനി 17th question നോക്കാം. The schematic diagram of generator is given below. Name the parts labeled X and Y. എക്സും വൈ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ആർമേച്ചർ കോയിലാണ്, ആർമേച്ചർ കോയിൽ. വൈ എന്ന് പറയുന്നത് എന്താണ്? ബ്രഷസ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് ഔട്ട്പുട്ട് ഹിയർ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ഹിയർ? ഏതാണ്? എ സി ആണ്, ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. ഇനി ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ടു ബി ഡ്രോൺ ഷോയിങ് എന്താണ്? സൈനോസോഡിയൽ വേവ് ഫോമിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? എ സി ആണ്. ഇനി സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കോയിൽ. ഏത് ലോ ആണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കോയിൽ ഏതാണ്? ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. 18th question. AB is the image formed when an object AB is placed at a distance of 40 mm from a concave mirror as shown. Observe the diagram and write the answers to the question. തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യൂസിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എങ്ങനെയാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് HO എന്ന് പറയുന്നത് എത്രയാണ്? 50 millimeter ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -40 millimeter ആണ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 15 millimeterഉം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -40 millimeter ആണ്. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ്. ഈ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M = HI/HO അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 75 / 15 = എത്രയാണ്? 5 എന്നാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുക. 5 ആണ് ബിയുടെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും. ഇമേജ് ഡിസ്റ്റൻസ് -200 millimeter. ഫോക്കൽ ലെങ്ത് എത്രയാണ്? -33.33 millimeter. 33.33 millimeter. ഇനി 19th ക്വസ്റ്റ്യൻ. റേ ഡയഗ്രാം ഓഫ് an object placed on a principal axis of concave lens shown below. പിന്നെ കോപ്പി ചെയ്യാനാണ് പറയുന്നത്. കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ഇമേജ് ഫോർമേഷൻ. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? വിർച്വൽ ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് എന്നുള്ള രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? വിർച്വൽ ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കണം. ഇനി ബി ക്വസ്റ്റ്യൻ. ദ ഇമേജ് ഈസ് ഫോംഡ് ബൈ കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് വിർച്വൽ. വൈ? എന്തുകൊണ്ടാണ്?
the image is formed of concave lens is always virtual. Concave lens form ചെയ്യുന്ന image എപ്പോഴും virtual ആയിരിക്കും. Why? എന്തുകൊണ്ടാണ്? Because the diverging rays appear to meet a point when extend backward. എന്തുകൊണ്ടാണ്? Because the diverging rays appear to meet at a point when extend backward. Because the diverging rays appear to meet at a point when extended backward. What are the characteristics of image formed here? ഇവിടെ image ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കണം വരയ്ക്കണമെന്ന്. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഇതാണ് മൂന്നാമത്തെ സിയുടെ ഉത്തരം. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഇനി 20th question. The irregular and partial reflection of light is called scattering. Irregular and partial reflection of light നെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് സ്കാറ്ററിംഗ്. സ്കാറ്ററിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആൻഡ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ്? വേവ് ലെങ്ത്തും സൈസ് ഓഫ് പാർട്ടിക്കിൾസും ആണ്. സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് എയുടെ ഉത്തരം. ബിയുടെ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ റെഡ് കളർ ഓഫ് ദി സെറ്റിംഗ് സൺ. ആ റെഡ് കളർ വരുന്ന സൺസെറ്റിന് സമയം സൺറൈസിന് സമയം റെഡ് കളർ വരുന്നതിന് റീസൺ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഡ്യൂറിങ് സൺസെറ്റ് ലൈറ്റ് ട്രാവൽസ് എ ലോങ്ങർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ സ്കാറ്ററിംഗ് ഷോർട്ടർ വേവ് ലെങ്ത് ബ്ലൂവിന് അല്ലേ, ആൻഡ് ലീവിങ് ലോങ്ങർ വേവ് ലെങ്ത് റെഡ് അല്ലേ. എന്താ ചെയ്യുന്നത്? ഡ്യൂറിങ് സൺസെറ്റ് ലൈറ്റ് ട്രാവൽ എ ലോങ്ങർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ സ്കാറ്ററിംഗ് ഷോർട്ടർ വേവ് ലെങ്ത് ബ്ലൂവിനാണ് അല്ലേ. സ്കാറ്ററിംഗ് ഷോർട്ടർ വേവ് ലെങ്ത് ആൻഡ് ലീവിങ് ലോങ്ങർ വേവ് ലെങ്ത് ലീവ് ചെയ്യുന്നതുകൊണ്ടാണ് വിടുന്നത് അല്ലേ. സ്കാറ്ററിംഗ് ഷോർട്ടർ വേവ് ലെങ്ത് ആൻഡ് ലീവിങ് ലോങ്ങർ വേവ് ലെങ്ത്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ. ദ സ്കൈ ഓൾവേസ് അപ്പിയേഴ്സ് ഡാർക്ക് ഫോർ ആൻ ആസ്ട്രോണറ്റ് ഇൻ സ്പേസ്. വൈ? എന്തുകൊണ്ടായിരിക്കും? there is no atmosphere. ഇവിടെ എന്തില്ല? നോ അറ്റ്മോസ്ഫിയർ ടു സ്കാറ്റർ സൺലൈറ്റ്. സൺലൈറ്റ് സ്കാറ്റർ ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല. there is no atmosphere to scatter sunlight. അതാണ് അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസറൊക്കെ ഉള്ളത്. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. then see you again. Thank you.